നമ്മുടെ കേരളത്തിൻ്റെ ഒരു വലിയ പരാജയമാണ്. നമ്മുടെ കേരളത്തെ നയിക്കുന്ന, നമ്മുടെ കേരളത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൻ്റെ മുഖമായിരുന്ന പലരും ഇന്ന് പണത്തിനെയും പദവിയെയും ആഗ്രഹിച്ച് മറ്റുള്ള രാഷ്ട്രീയത്തിലേക്ക് ചാടാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ, ചർച്ചകൾ നടക്കുമ്പോൾ കോടിക്കണക്കിന് കാശ് കൊടുക്കാൻ കഴിയുന്ന ഒരു പാർട്ടി ഇതാണ്, നമുക്ക് പറ്റുന്ന ഒരു കസേര കിട്ടുന്നത് അവിടെയാണ് എന്നൊക്കെ വിചാരിച്ചു പോകുന്ന ഏത് രാഷ്ട്രീയത്തിന്റെ തലപ്പത്തിരിക്കുന്നവരായാലും അത് കേരളത്തെയും നിങ്ങളെ വിശ്വസിച്ചിരുന്ന അണികളെയും വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾ കസേര മോഹിച്ച് മറുകണ്ഠം ചാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിന് വേണ്ടിയാണോ പൊതുപ്രവർത്തനം ചെയ്തത്? നിങ്ങൾക്ക് വേണ്ടിയായിരുന്നോ? ഇത് ചോദിച്ചു പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല. വേണമെങ്കിൽ എനിക്ക് ഇവ കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് ചർച്ചയാവാത്തത് ഒരുപാട് പേര് രാഷ്ട്രീയത്തിന് അടിമകളായി നിൽക്കുന്നത് കൊണ്ടാണ്. ഏത് രാഷ്ട്രീയം നയിച്ച നേതാവാണെങ്കിലും നിങ്ങളെ വിശ്വസിച്ച്, നിങ്ങൾക്ക് വോട്ട് ചെയ്ത്, നിങ്ങളെ വിജയിപ്പിച്ച് അണികളായ ഒരു പിടി ആളുകൾ പിറകിലുണ്ട്. അവരെ ചതിച്ചുകൊണ്ട് നിങ്ങൾ മറുകണ്ഠം ചാടുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം രാഷ്ട്രീയമോ നമ്മുടെ കേരളമോ അല്ല. നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത, നിങ്ങൾക്ക് വേണ്ടി അടിമേടിച്ച, നിങ്ങൾക്ക് വേണ്ടി കൊടി പിടിച്ച അണികളെ പച്ചയ്ക്ക് വഞ്ചിച്ചുകൊണ്ട് മറുകണ്ഠം ചാടാൻ വേണ്ടി കഷ്ടപ്പെട്ട് നിൽക്കുന്നവരെ അങ്ങോട്ടേക്ക് കൊട്ടും കുരവയുമായി കൊണ്ടയാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് കറിവേപ്പില പോലെ അങ്ങ് എടുത്തു മാറ്റണം. നമ്മൾ സാധാരണക്കാരായ ജനങ്ങളുടെ മുഖത്തേക്ക് കരിവാരിത്തേക്കുന്ന ഇടപാടാണിത്. ഏത് അധികാരത്തിലിരിക്കുന്നവനും വന്ന് വോട്ട് ചോദിച്ച് തന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി, തന്റെ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ആ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചോദിച്ച് കടന്നുപോയിട്ട് നമ്മളൊക്കെ അവർക്കൊക്കെ വോട്ട് ചെയ്ത് അവരെയൊക്കെ വിജയിപ്പിച്ച് കസേരയിൽ കൊണ്ടിരുത്തി ഇവരുടെ ഈ ചീഞ്ഞ നിലപാടുകളെ ചുമക്കേണ്ടുന്നത്ര ഗതികേടാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. നമ്മുടെ കേരള രാഷ്ട്രീയം ഇത്രയും അധപ്പതിക്കാൻ കാരണം ഇതുപോണക്കുള്ള നട്ടെല്ലില്ലാത്ത, നിലപാടുകളില്ലാത്ത കുറെ നേതാക്കന്മാരെ അവരുടെ അണികളെന്ന് പറഞ്ഞ് അവര് വലിച്ചുകൊണ്ട് കസേരയിൽ കയറ്റിയിരുത്തിയതാണ്. കേരളത്തിന്റെ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും കേരളത്തിന് വേണ്ടി നിലകൊള്ളും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്യുന്നത്. ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ കരിവാരിത്തേക്കുന്ന നേതാക്കന്മാരെ ആ നിമിഷം തന്നെ എടുത്തു പുറത്തു കളയണം. കുറെ അധികാരമോഹികളാണ് നമ്മളുടെ നാടിനെ നശിപ്പിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. എത്ര വലിയ സ്ഥാനം കൊടുത്താലും ഇതുപോരാ, 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 ഇതുപോരാ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട്. തന്റെ രാഷ്ട്രീയത്തിൽ യാതൊരു വിശ്വാസവുമില്ലാത്ത, എന്നാൽ തനിക്ക് എത്ര കിട്ടും, തന്റെ പോക്കറ്റിൽ എത്ര വീഴും, തനിക്ക് ഓശാന പാടാൻ എത്രമാത്രം അണികളുണ്ടാവും എന്നൊക്കെ അന്വേഷിച്ച്, കസേര അന്വേഷിച്ച് പോകുന്നവരെയൊക്കെ വിജയിപ്പിച്ച് വിട്ടിട്ട് എന്ത് നേടാനാ? എന്നും വിഡ്ഢികള് നമ്മൾ വോട്ടർമാര് മാത്രമാണ്. മറ്റുള്ള പാർട്ടിയിലേക്ക് ചാടാനൊക്കെ ചർച്ച നടത്തുന്നവരെ ആ നിമിഷം തന്നെ അതിലേക്ക് പറഞ്ഞു വിട്ടേക്കണം. പിന്നീട് അവരൊന്നും നിലനിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മളെ ചതിക്കുന്നു എന്ന് കാണുന്നവരെ മാറ്റി നിർത്തി ചെറുപ്പക്കാരിലേക്ക് അധികാരം കൊടുക്കാനും ചെറുപ്പക്കാര് ഭരിക്കാനും കഴിയുന്ന ഒരു നാട്, ഒരു രാഷ്ട്രീയം നമുക്ക് ആവശ്യമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ ഓർത്തിട്ട് നാണക്കേടാണ്. സാധാരണക്കാരായ അണികൾ നിങ്ങളെയൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഓർത്തിട്ട്, നിങ്ങൾക്ക് വോട്ട് ചെയ്തത് ഓർത്തിട്ട്, നിങ്ങൾക്ക് വേണ്ടി തല്ലു വാങ്ങിയത് ഓർത്തിട്ടൊക്കെ നാണക്കേടാണ്. നാണമില്ലേ നേതാക്കന്മാരെ? ഗതികെട്ട് ചോദിച്ചു പോകാം, നിങ്ങൾക്ക് നട്ടലുണ്ടോ? നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യയശാസ്ത്രത്തിന് നിമിഷ നേരം കൊണ്ട് ഒറ്റിക്കൊടുത്തുകൊണ്ട് കാലം അത്രയും തങ്ങൾ വിശ്വസിച്ച രാഷ്ട്രീയം ഏതാണെങ്കിലും പച്ചയ്ക്ക് കള്ളം പറഞ്ഞിട്ട് മറുകണ്ഠ ചാടി നിന്ന് പ്രസംഗിക്കുന്ന പത്മജ വേണുഗോപാലിനെ പോണക്കുള്ള അത്രയ്ക്കും തരം താഴാൻ വേണ്ടിയിട്ട് നിലനിൽക്കുന്ന വേറെ കുറെ ആളുകളുടെ പുറകെ അവരുടെ പാത പിന്തുടർന്നു പോകുന്നവരോട് പറയാനുള്ളത്, ഒരല്പം നട്ടല്ലൊക്കെ ആവാം. നിങ്ങൾക്കൊക്കെ കുറെ കൂടെ ബലമുണ്ട്, കുറെ കൂടെയൊക്കെ രാഷ്ട്രീയത്തിൽ കുറെ കൂടെ ഉത്തരവാദിത്വമുള്ളവരും നിങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളിൽ കുറെയൊക്കെ സത്യമുണ്ടെന്നൊക്കെ വിശ്വസിച്ചാണ് നിങ്ങളെയൊക്കെ ഇക്കാലം അത്രയും ചുമന്നത്. ഓരോ പ്രസ്ഥാനവും ചീഞ്ഞ് നാറുന്ന അവസ്ഥയാണ് നിങ്ങളൊക്കെ കാരണം. ഇറങ്ങിപ്പോ. വെറുതെ ജനങ്ങളെ കൊണ്ട് പറയിക്കാതെ, വെറുതെ നല്ലൊരു രാഷ്ട്രീയത്തെ, നല്ലൊരു പ്രത്യയശാസ്ത്രത്തെ,
നമ്മുടെ കേരളത്തിന് ആവശ്യമായ LDFും UDFും BJPയും ഒക്കെ അവരൊക്കെ അവരുടെ സ്ഥാനം വളരെ മനോഹരമായി ഉറപ്പിക്കട്ടെ. അതിനിടയ്ക്ക് ഇവയൊക്കെ ചീഞ്ഞു നാറ്റാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് ചാടണം എന്ന് വിചാരിച്ച് കഷ്ടപ്പെടുന്ന കുറെ ആളുകള് കേരളത്തിൽ നിന്ന് അടിച്ചു കളയണം, അടിച്ചു പുറത്താക്കുക വേണ്ടത്. ചെറുപ്പക്കാരൊക്കെ ഇത് തിരിച്ചറിയണം. നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണെന്ന് ചെറുപ്പക്കാർ തിരിച്ചറിയണം. എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മുടെ കേരളത്തിന് വേണ്ടി നിങ്ങൾ പൊതുപ്രവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ നമ്മുടെ കേരളത്തിന് വേണ്ടി നിങ്ങൾക്ക് ജീവിക്കാനുള്ളതും നിങ്ങൾ പണിയെടുക്കുന്നതിനും ശമ്പളം തരുന്നില്ലേ? നിങ്ങൾ മരിക്കുന്ന കാലം വരെ നിങ്ങൾക്ക് ജീവിച്ചാൽ പോരെ? അതിന് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ശമ്പളവും എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? എന്നിട്ടും എന്തി നിങ്ങൾ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാത്തേ? എന്നിട്ടും എന്തി നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തേ? അധപ്പതിക്കല്ലേ? ഇത്രയും അധപ്പതിക്കരുത്. ഒരു രാഷ്ട്രീയക്കാരും ഇത്രയും അധപ്പതിക്കരുത്. ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് വർഷങ്ങളോളം അവർക്ക് വേണ്ടി സംസാരിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ അടുത്ത തലമുറ വരുന്നു എന്ന് കാണുമ്പോഴത്തേക്കും പോകുന്ന ഈ പണിക്ക് പറയുന്ന പേര് വേറെയാണ്.